വെൽക്കം ടു KPH പോഡ്കാസ്റ്റ്. നമ്മൾ കേരളത്തിലുള്ള പ്രൊഡക്റ്റ് വർക്ക് ചെയ്യുന്ന സ്റ്റാർട്ടപ്പ് ഓൺടർപ്രണേഴ്സ് ആൻഡ് ടീം മെമ്പേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പോഡ്കാസ്റ്റ് ആണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് അൻവർ ആണ്. അൻവർ റൺസ് എ കമ്പനി കോൾഡ് മോസില്ലോ. അവരുടെ പ്രൊഡക്റ്റുകൾ പവേഴ്സ് മോർ ദാൻ 1.5 million സ്റ്റോർസ് വെബ്സൈറ്റ്സ് ഇൻ ദ വേൾഡ്. ആൻഡ് ഇത് മൊത്തം ടോട്ടലി ഫണ്ടിങ് ഇല്ലാണ്ട് ഉള്ള കമ്പനിയാണ്. ദേ മേക്ക് several $million per year and all from Calicut. Welcome Anwar to the show. Thank you. Yes. Anwar, first time ആണ് പോഡ്കാസ്റ്റിലേക്ക് വരാൻ. ഗുഡ് ടു ഹാവ് യു ഹിയർ. ഫസ്റ്റ് പോഡ്കാസ്റ്റ് ആണ്. അൻവർ ഇതുപോലെ എവിടെയും ഫേസ് കാണിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈം ഈസ് ഷോയിങ് ദ ഫേസ്. സോ എവിടെ നിന്നായിരുന്നു ലൈക്ക് യുവർ സ്റ്റാർട്ടിങ്, ലൈക്ക് യുവർ ഏർലി ചൈൽഡ്ഹുഡ് ആൻഡ് ഫസ്റ്റ് ഡോളർ ആൻഡ് എവറിങ്, ആ ഒരു ജേർണി? ഫസ്റ്റ് ഡോളർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ലേറ്റ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. എനിക്കുന്നത് 2014 ഒക്കെ ആയിരിക്കും. സോ അത് കുറച്ചും കൂടെ ഒരു നമ്മളുടെ നാട്ടിലെ ഉത്സവപ്പറമ്പില് കടല വിറ്റിട്ടും മിഠായി വിറ്റിട്ടൊക്കെയാണ് ഫസ്റ്റ് ഡോളർ ഉണ്ടായിട്ടുള്ളത്. അത് ഭയങ്കര ഏർലി സ്റ്റേജിലാണ്. എനിക്കുന്നത് 4th സ്റ്റാൻഡേർഡിലോ 5th സ്റ്റാൻഡേർഡ് ആ ഒരു ടൈമിലൊക്കെയാണ്. നമ്മൾ വെക്കേഷനിൽ പിന്നെ വീടിന്റെ മുമ്പുള്ള റോഡിലൊക്കെ ഷോപ്പ് സെറ്റപ്പ് ചെയ്തിട്ട് വിൽക്കുന്നു. അരീക്കോടാണ്. ഫുട്ബോളിലാണ്. ഇങ്ങനെ ഒരു ബിസിനസ് സംബന്ധമായ സംബന്ധത്തിലേക്ക് എങ്ങനെയാ എത്തി? അരീക്കോട് ഭയങ്കര ഫുട്ബോൾ ആ ഒരു ഇതിനകത്ത് ഭയങ്കര ഫേമസ് ആണ്. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ നിന്ന് കുറച്ചും കൂടെ ഒരു എഡ്യൂക്കേഷണലി ഫോർവേഡ് എന്നുള്ള രീതിയിലുള്ളൊരു സ്ഥലമാണ്. പിന്നെ അവിടെ തന്നെ മോസ്റ്റ്ലി നമ്മുടെ ഫാമിലി ആണെങ്കിലും അറൗണ്ട് അരീക്കോടൊക്കെ ഗവൺമെന്റ് എംപ്ലോയീസ് ആണ് കൂടുതലും അവരുടെ ഒരു ഫോക്കസ്, നമ്മുടെ ഒരു ഫോക്കസ് ആയിട്ട് ഉള്ളത്. അപ്പോൾ എൻ്റെ പാരൻസും ഗവൺമെന്റ് എംപ്ലോയീസ് ആയിരുന്നു. മദർ ടീച്ചറും അതെ ഫാദർ ഒരു പഞ്ചായത്ത് ഓഫീസിലൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഏർലി സ്റ്റേജിൽ ഇങ്ങനെയുള്ള എല്ലാവരും ചെയ്യുന്ന ചില കാര്യങ്ങളല്ലാണ്ട് ഒരു ബിസിനസ് എന്നുള്ളതൊന്നും നമ്മളുടെ ഫാമിലിയിലോ ഒന്നുമില്ല. എല്ലാവരും ഈ ഒരു ഫോക്കസ് ആണുള്ളത്. ഈവൻ കോളേജ് കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു ജോബ് എന്നുള്ളതാണ് നമ്മുടെ വീട്ടിൽ നിന്നുള്ള പുഷ്. പിന്നെ നമ്മൾ ഇത് കോളേജിലൊക്കെ എത്തി കുറെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയുമ്പോഴാണ് നമുക്കൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ വരുന്നത്. അത് 2000 ഒക്കെ മുമ്പ്. ഞാൻ 2000 കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആവുന്നത്. 2000 ഞാൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം. അതെ. അപ്പോ അവിടെ പഠിക്കുന്ന സമയത്ത് ലാസ്റ്റിലോട്ടൊക്കെയാണ് ഇന്റർനെറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് ഇയറിലോ അതിന്റെ മുമ്പത്തെ ഇയറിലോ ആണ് ഞാൻ പോയിട്ട് ഒരു കഫേയിൽ പോയിട്ട് ഇമെയിൽ ഐ ഡി ഒക്കെ സെറ്റപ്പ് ചെയ്യുന്നത്. നമുക്ക് അത് ക്യാമ്പസ് ഇന്റർവ്യൂ വരുന്ന സമയത്ത് നമുക്ക് അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിട്ടാണ് ഒന്ന് പോയിട്ട് ഇന്റർനെറ്റ് വരുന്നത്. ഈവൻ കോളേജിന്റെ അടുത്തും കൂടെ ഇല്ല. കോളേജിൽ വരുന്ന കമ്പനികൾ ഏതൊക്കെയായിരുന്നു പ്ലേസ്മെന്റ്? മോസ്റ്റ്ലി ഇൻഫോസിസ്, TCS, വിപ്രോ ഇങ്ങനെയുള്ള കമ്പനീസാണ് ഏറ്റവും കൂടുതൽ റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പോൾ പിന്നെയും വേറെ എനിക്ക് തോന്നുന്നത് IBM അങ്ങനെ കുറച്ച് കമ്പനീസ് വളരെ കുറഞ്ഞ നമ്പേഴ്സ് റിക്രൂട്ട് ചെയ്യുക അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ ഒബിയസ്ലി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലേസ്മെന്റ് ആയിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ സ്കൂളിലൊക്കെ നമ്മൾ ക്ലാസ്സിൽ ടോപ്പ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ കോളേജിലെത്തിയപ്പോൾ ഒരു ഫ്രീഡം കിട്ടിയതിൻ്റെ ആണോ എന്നറിയില്ല. പക്ഷെ കുറച്ച് എനിക്ക് പ്രോഗ്രാമിംഗ് ഒബിയസ്ലി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതൊഴിച്ച് ബാക്കിയുള്ള അത്ര ഫോക്കസ് വന്നിട്ടില്ല. അതിപ്പോൾ ഞാൻ എൻ്റെ പ്രീ ഡിഗ്രിയിലാണെങ്കിലും നമുക്കന്ന് 2 സ്ട്രീം ഉണ്ടല്ലോ, എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിക്കൽ. ഞാൻ രണ്ടും ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കമ്പൈൻഡ് ആയിട്ട്. അതേപോലെ തന്നെ കോളേജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ആ കോഴ്സ് എടുത്ത് കുറച്ച് കഴിയുമ്പോഴാണ് അറിയാം നമ്മുടെ ഏരിയ ഇതല്ല എന്നല്ല. അപ്പോൾ മെക്കാനിക്കൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ചെയ്തു. അപ്പോൾ നമ്മൾ ഫോക്കസ് മാറിയാൽ IT പ്രോഗ്രാമിംഗ് ആയി. അപ്പോൾ തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ്റെ ഫോക്കസ് അവിടെ തന്നെ പോയിട്ടുണ്ട്.